തൃശൂർ മുപ്ലിയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ 5 വയസ്സുകാരൻ വെട്ടേറ്റ് മരിച്ചു. ആസാം സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ മകൻ നജീറുൽ ഇസ്ലാമാണ് മരിച്ചത്. കുട്ടിയുടെ അമ്മ നജീമ കാട്ടൂവിനും മറ്റൊരു തൊഴിലാളിക്കും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ ഇവരുടെ ബന്ധു ജമാൽ ഹൊസൈനെ സഹതൊഴിലാളികൾ പിടികൂടി വരന്തരപ്പള്ളി പോലീസിൽ ഏൽപ്പിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആക്രമണം. മുപ്ലിയത്തെ ഹോളോ ബ്രിക്സ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു നജ്മയും ഭർത്താവ് ബഹാറുൽ ഇസ്ലാമും. ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള ഷെഡിലാണ് ഈ ദമ്പതികളും 6ഉം 5ഉം വയസ്സുള്ള കുട്ടികളും കഴിഞ്ഞിരുന്നത്. നജ്മയുടെ പിതാവിന്റെ സഹോദരന്റെ മകനായ ജമാൽ ഹുസൈനാണ് കൃത്യം നടത്തിയത്. നേര്യമംഗലത്ത് കോഴിക്കടയിലാണ് ഇയാൾക്ക് ജോലി. ഇന്നലെ രാത്രിയാണ് ഇയാൾ മുപ്ലിയത്തെത്തിയത്. ഇന്ന് രാവിലെയാണ് 5 വയസ്സുകാരൻ നജറുൽ ഇസ്ലാമിനെ കൊലപ്പെടുത്തിയത്. 2 വയസ്സുള്ള പെൺകുട്ടിയെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് തടയുന്നതിനിടെ നജ്മയെയും ഇയാൾ വെട്ടി. കൈകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ നജ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജമാലിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഈ സ്ഥാപനത്തിലെ മറ്റു തൊഴിലാളികളാണ്. നജ്മയുടെ പിതാവും അജ്മലിന്റെ പിതാവുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അസമിലേക്ക് പോകണമെന്ന് നജ്മയോടും കുടുംബത്തോടും അജ്മൽ ആവശ്യപ്പെട്ടു. ഇത് നിരാകരിച്ചതോടെ ഇയാൾ പ്രകോപിതനായി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസം മുൻപാണ് ഈ കുടുംബം മുപ്ലിയത്തെ ഹോളോ ബ്രിക്സ് നിർമ്മാണ കമ്പനിയിലെത്തിയത്. വരന്തരപ്പള്ളി പോലീസ് അജ്മലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ കീഴടക്കുന്നതിനിടെ മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.